ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതൊരു കോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കല്യാണമൊക്കെ പറയാൻ പോയിരുന്നു കേട്ടോ, വീടിൻ്റെ ആ ഭാഗത്തൊക്കെ. അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോകാനാകുമ്പോഴേക്കും ഞാൻ കുളിച്ചിരുന്ന ഒരു കുളമാണ് ഇട്ടത്. എന്ത് രസമാണെന്നറിയോ ആ കുളത്തിൽ നിന്ന് കുളിക്കാൻ. നിറയെ ഈ ചണ്ടിയാണ് കേട്ടോ. ആ ചണ്ടിയാണ് നീക്കിയിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ അത് നീക്കിയാൽ ഈ വെള്ളത്തിൻ്റെ അടിയിലുള്ളത് എന്താണെന്ന് അടക്കം നമുക്ക് കാണാം കേട്ടോ. അത്രയും തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളം. ആ ലോകത്തെ ജനങ്ങൾ മുഴുവനും കുളിക്കുക ആ കുളത്തിൽ നിന്ന് കേട്ടോ. ഇപ്പം ഒന്നും ആരും കുളത്തിൽ നിന്ന് കുളിക്കില്ലല്ലേ, കാലം മാറിയില്ലേ. അപ്പോൾ ആ കുളം കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ പഴയ ആ ഒരു ഓർമ്മയിലേക്ക് ഇങ്ങനെ പോയി. അങ്ങനെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കാണാമല്ലോ അല്ലേ. അപ്പം ഇന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കണത്, നൈസ് പത്തിരി. അപ്പം അതിലേക്ക് ഒരു ഓംലേറ്റിൻ്റെ ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ. അപ്പോൾ വെള്ളമൊക്കെ വെച്ച് പൊടി ഇടുന്നേക്കായി മുന്നേക്ക് തോന്നി വെള്ളം കൂടുതലാണ് എന്നിട്ട്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം മുക്കി വെച്ചതാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആ മുക്കി വെച്ചില്ലെങ്കിൽ എന്തായാലും പിന്നെ പൊടി ഇട്ടിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടാണ് മുക്കി വെച്ചത്. അപ്പം നമുക്കൊരു ഒരു മനസ്സിന് ഒരു ഇതാണല്ലോ, ഇങ്ങനെ കൂടും കുറയും എന്നുള്ള ആ ഒരു ഇത്, അത് ഒരു നിഗമനം എന്തായാലും നല്ലതാണല്ലേ. അപ്പോൾ പത്തിരിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒന്ന് നേരം വൈകൂലേ ചായ കുടിക്കാനൊക്കെ. പക്ഷേ ഓരോ പ്ലാനിങ്ങോട് കൂടിയിട്ട് പണികളൊക്കെ കണ്ട് ചെയ്തപ്പോൾ ആ 8:30 ആ സമയമാകുമ്പോഴേക്ക് തന്നെ ചായയും കടിയൊക്കെ റെഡി ആയിട്ടാണ്. അപ്പോൾ പൊടി വാട്ടിയിട്ട് ഞാൻ അങ്ങനെ അടച്ച് വെച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ പോയി. മുറ്റടിച്ച് കഴിഞ്ഞ് വന്നിട്ട് വേഗം കുഴച്ചിട്ട് ഞാൻ ഉരുളയാക്കി വെച്ചിട്ടാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് പ്രസ്സിൽ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഒരു 3-4 ഒന്ന് പരത്തിയതിൻ്റെ ശേഷം ഒരു തുള്ളി വെളിച്ചെണ്ണ ഇറ്റിച്ചിട്ട് ഒന്നാണ്ട് തുടച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് പൊടിയിലൊന്ന് തട്ടിയിട്ട് ഇങ്ങനെ വെക്കുക. വേഗം നമുക്ക് പുട്ടിനേക്കാളും എളുപ്പത്തിൽ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് പരത്തുമ്പോൾ ഞാൻ വേറെ ഒന്നും ഗ്യാസുമ്മലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് പരത്തി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ 3 സവോള എടുത്തിട്ട്, ഒരു മീഡിയം സൈസുള്ള 3 സവോള എടുത്തിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച്, ഒരു കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ച്, പിന്നെ അത് ഒരടുപ്പത്ത് അത് വഴറ്റുമ്പോൾ നമുക്ക് പത്തിരിയും ചൂടാലോ. അപ്പോൾ 2 അടുപ്പത്തും, ഒരടുപ്പത്ത് പത്തിരി ആവും, ഒരടുപ്പത്ത് കറിയാവും. അങ്ങനെ ഓരോ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഞാൻ എല്ലതും അടുപ്പിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ വേഗം 8:30 ആകുമ്പോഴേക്ക് തന്നെ ആയത്. അപ്പോൾ ഇന്നലെ മോള് വെച്ച് നാളെയും പെട്ട് തന്നെയാണ് വന്നത്. ഞാൻ പറഞ്ഞു നാളെ പെട്ടല്ല പത്തിരി ഉണ്ടാക്കണം വെച്ച്. അപ്പോൾ പറഞ്ഞ് ആക്കെ ഇപ്പോൾ അച്ഛൻ പോകാനാകുമ്പോഴേക്കൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ റെഡിയാക്കിയിട്ട് 8:30 ആകുമ്പോഴേക്ക് തന്നെ റെഡിയാക്കി. അപ്പോൾ കുറച്ച് മത്തി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പൊരിച്ചതിൻ്റെ ബാക്കി. അപ്പോൾ അതിനായിട്ടൊരു ചെറിയൊരു മുളക് കറി ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരടുപ്പത്ത് പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് ഒന്ന് പൊടിയൊക്കെ തുടച്ചിട്ട് ഞാൻ വേറൊരു കിണ്ണത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓംലേറ്റ് ആദ്യം ഉണ്ടാക്കി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ അതിലൊരു തരി കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുത്തതാണ്. അപ്പോൾ പാനൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ 2 അടുപ്പത്തും, ഒരടുപ്പത്ത് പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, ഒരടുപ്പത്ത് മുട്ടക്കറിക്കും ആണ് കേട്ടോ. ഞാൻ ഓംലേറ്റിൻ്റെ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള ഇട്ട് വഴറ്റി കൊടുക്കാമല്ലോ. അപ്പോൾ പത്തിരി ചുടലും കഴിയും, വഴറ്റലും ആവും. അല്ലാതെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് വെച്ചിട്ട് നിന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ 8:30 പോകും കേട്ടോ. അപ്പോൾ സമയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും. ഇനി 2 അടുപ്പ് ഒഴിഞ്ഞിട്ട് മീൻ നന്നാക്കിയിട്ട് വേണം കേട്ടോ എനിക്ക് ഈ കറി വെക്കാൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ 8:30 ആകുമ്പോൾ ഇങ്ങനെ തിരക്കാകുമ്പോൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പറ്റില്ല എന്ന് മാത്രം കേട്ടോ. എന്നാലും വേണ്ടില്ല, മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞേക്കാമല്ലോ കറക്റ്റ് സമയത്തിന്. അങ്ങനെ പത്തിരിയൊക്കെ നല്ല സൂപ്പർ പത്തിരി തന്നെയാണ് കേട്ടോ, നൈസ് പത്തിരി. ഞാൻ പൊടി പാക്കറ്റ് കേട്ടോ, മറ്റേ 5 കിലോൻ്റെ ഒരു ഏവണിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. പത്തിരി ഇടിയപ്പം ഇതായിട്ട് ഒരു ദിവസം മറ്റേ വെള്ളയപ്പം ഉണ്ടാക്കി വെക്കണം. അങ്ങനെ നല്ല പൊടിയായിട്ടൊക്കെ നന്നായിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൊടിയായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, പക്ഷെ ഒരു ദിവസം നോക്കണം. പക്ഷേ തേങ്ങയ്ക്കൊക്കെ വീണ്ടും ക്ഷാമമായിട്ടാണ്. ഇനി ഒന്ന് തെങ്ങൊക്കെ കയറിക്കാനുണ്ട്. കാറ്റൊക്കെ വീശി കോഴികൾക്ക് വയ്യ പറഞ്ഞപ്പോൾ സ്വപ്നം പറഞ്ഞിട്ട് അയ്യോ കോഴികൾക്ക് ഈ മഞ്ഞുകാലം ഭയങ്കര ഇതാട്ടാ. എൻ്റെ ഒരു കോഴി തൂങ്ങി നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ കഴിക്കുന്ന വേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും
പച്ചമഞ്ഞളും കൂടിയിട്ട് 1 മണി കുരുമുളകും ഇട്ടാൽ നല്ലതാട്ടോ. കഫക്കെട്ടിനൊക്കെ അരച്ചിട്ട് ആ ജ്യൂസ് 2 നേരം കൊടുക്കുക കേട്ടോ. സ്വപ്നെ ഏറ്റവും നല്ലതാട്ടോ. കഴിക്കുന്ന വേപ്പിൻ്റെ ഇല ഒരു പിടി എടുക്കുക, ഒരു 5-8 അല്ലി വെളുത്തുള്ളി എടുക്കുക, പിന്നെ ഒരു വലിയൊരു കഷ്ണം പച്ചമഞ്ഞളൊക്കെ പിന്നെ എൻ്റെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് ജ്യൂസ് അടിച്ചിട്ട് ആ ജ്യൂസ് കൊടുക്കുക കേട്ടോ. നല്ല ഭേദമാണ് കേട്ടോ കോഴികൾക്ക്. അപ്പം ഞാനിപ്പോൾ ഇന്നലെ വൈകിട്ടും കൊടുത്ത് ഇന്ന് രാവിലെയും കൊടുത്തുണ്ട്. എന്തായാലും 2 ദിവസം കഴിയുമ്പോഴത്തേന് ഉഷാറാവും കേട്ടോ. പക്ഷേ ചിലതൊന്നും നമുക്കണ്ട് ഉഷാറാവാൻ കിട്ടില്ല കേട്ടോ. ചിലതൊക്കെ ഈ രാവിലെ ചൂടും അതുകൊണ്ട് രാവിലെ തണുവും പിന്നെ ഉച്ചയോട് കൂടിയിട്ട് നല്ല ചൂടും ഒക്കെ അല്ലേ. അപ്പോൾ ഈ കാലാവസ്ഥ ഈ മഞ്ഞുകാലമാണ് കോഴികൾക്ക് പ്രശ്നം കേട്ടോ. അപ്പോൾ അങ്ങനെ സവോള കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വഴറ്റിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ ഒരു തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടുമ്പോൾ തന്നെ ഇവിടെ നിന്നിട്ട് നമുക്ക് അതും നോക്കാമല്ലോ. പിന്നെ അന്ന് ഞാൻ വണ്ടിക്കാരായിരുന്നു വഴുതനങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വഴുതനങ്ങയായിട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. അപ്പോൾ ചോറിക്ക് ഇന്ന് മറ്റേ മുളക് കറിയും മെഴുക്ക് പുരട്ടിയും തന്നെയായിരുന്നു കേട്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരുമ്പോൾ മീനൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരാം. പക്ഷേ മത്തി ഇപ്പം വരുന്ന മത്തി കൂട്ടുകാർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഇതുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു വടി പോലത്തെ കഷ്ണം, ഇങ്ങനെ ഒരു വിലം വെച്ചിട്ടുള്ളൊരു മത്തി, ഒരു രുചിയില്ല, എന്തോ ഒരു പോലെ കേട്ടോ. അതാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞ ഒരു മത്തി ഒരു രസമില്ല, നന്നല്ല എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഉള്ള കുറച്ച് മത്തിയായിട്ടൊന്നും അപ്പോൾ ഒരു മുളക് കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. എന്തായാലും പച്ചക്കറി ഇപ്പോൾ 2 ദിവസമൊക്കെ ആയിട്ട് പച്ചക്കറി തന്നെയല്ലേ. ഇന്നലെ മുരിങ്ങയില ഉണ്ടായിരുന്നു കേട്ടോ, അത് മത്തി പൊരിച്ച് അങ്ങനെയൊക്കെ. പിന്നെ ഇന്നലെ കല്യാണം പറയാൻ പോയില്ല. ഇന്നിപ്പോൾ ഞാൻ ഒരു ബ്ലൗസ് അടിച്ചിട്ടാണ് അടുക്കളയത്തൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും ഇപ്പോൾ സമയമല്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതിലിരിക്കുമ്പോൾ വീഡിയോയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് വീഡിയോ. അപ്പോൾ എൻ്റെ ഒരു ഫോൺ ഞാൻ പറഞ്ഞല്ലോ കേട് വന്ന്, എൻ്റെ ഒരു ചാനലുള്ള ഫോൺ അത് പിന്നെ 1000 രൂപ കൊടുത്തിട്ട് ബാറ്ററിക്ക് ആയിരുന്നു കംപ്ലൈൻറ്റ്. അത് ശരിയാക്കിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ വീഡിയോ ഒക്കെ കാണും കേട്ടോ എല്ലാവരും. അപ്പോൾ വീഡിയോ പിന്നെ ക്യാമറ ഉള്ള ഫോണിലല്ല കേട്ടോ ഞാൻ കൂടുതലും കാണുക. അപ്പോൾ ഏട്ടതൊരു ചക്ക പൊട്ടിച്ച് കൊടുന്ന ചെറുക്കണത് ഒരു കുത്ത് വന്നിട്ട് കേട് വരുന്നൊക്കെ പറഞ്ഞിട്ടാ. ചുള മൂത്തിർക്കണ ഒന്നും അറിയാൻ പറ്റില്ല. എന്തായാലും വെട്ടി വെക്കണോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ഒരു ഉപ്പേരിയോ എന്തെങ്കിലും വെക്കണം. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ട് അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഉള്ളി മസാലയൊക്കെ ഇട്ട് വഴറ്റിയത് ഞാൻ കുറച്ചിൻ്റെ എടുത്ത് വെച്ചിട്ട് അതും ഞാൻ ആ നാളികേരത്തിൽ കൂടെ അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറി മോൾ കണ്ട് വലിയ താല്പര്യമില്ല കേട്ടോ. ചിലപ്പോൾ കൂട്ടും, ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് കറിയുണ്ട് അവൾക്ക് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഞാൻ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇഷ്ടമില്ലാത്തവരെ പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറി തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് മീനൊക്കെ നന്നാക്കി അതൊക്കെ കറിയും ആയിട്ടാണ്. മുളക് കറി തന്നെയാണ്, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ കിടന്നിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി വറ്റി വരട്ടെ. നല്ല അടിപൊളി ഒരു കറി തന്നെയായിരുന്നു കേട്ടോ. മത്തി വലിയൊരു സുഖമൊന്നുമില്ല. പിന്നെ ഞാൻ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വഴുതനങ്ങയായിട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഓർഡർ ആക്കിയിട്ട് വേണമെങ്കിൽ വീഡിയോ പിടിച്ചോളി പറഞ്ഞു. നോക്കുമ്പോൾ എന്താ ഈ ബാത്റൂമിൻ്റെ അവിടെ ഇടാനുള്ള ചവിട്ടിയാട്ടാ, നല്ല വെൽവെറ്റ് പോലത്തെ വെള്ളം പിടിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കുമ്പോൾ ഒന്ന് പോയിട്ട് വീഡിയോ പിടിച്ചതാണ് കേട്ടോ. നല്ല സൂപ്പർ ചവിട്ടി തന്നെ ഇരുന്നിട്ടാ കണ്ട, വെൽവെറ്റിൻ്റെ പോലത്തെ. അപ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൊട്ടിക്കാനൊക്കെ ഉണ്ട് കേട്ടപ്പോൾ. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുക വെച്ചെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ.